സാർ ഈ നമ്മളിപ്പം ഈ മാജിക് പ്ലാനറ്റ് അമ്യൂസ്മെന്റ് പാർക്ക് ഇല്ലേ ഇപ്പം ട്രിവാൻഡ്രത്ത്, അപ്പോൾ ഇത് ഒരു ഫുൾ ഡേ കണ്ടാലും തീരുകയില്ല. അപ്പോൾ ഇതുപോലെയുള്ള പല പല സംഭവങ്ങളും അവിടെ നമുക്ക്, അതായത് അവിടെ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു കോർണർ തന്നെ അവിടെയുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ സിനിമാ നടൻ ശ്രീനിവാസൻ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ അന്ധവിശ്വാസങ്ങളുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾ ചീറ്റിങ്ങും ഉണ്ട്. ചീറ്റിങ്ങിന് മാജിക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയും, ശ്രദ്ധാസ്വാധീനം. നമ്മുടെ ശ്രദ്ധയെ സ്വാധീനിച്ചുകൊണ്ട് നമ്മളെ കബളിപ്പിക്കാം. ആരെയും അങ്ങനെ കബളിപ്പിക്കാൻ പറ്റും. വളരെ ഈസിയാണത്. അതെന്താണെന്ന് ചിലപ്പോൾ നമ്മളെ ട്രഷറിയിൽ സ്ഥിരമായി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. ശമ്പളം മാറി ഇപ്പോൾ ഒരു 18 ലക്ഷം രൂപ ഒരു ഓഫീസിലെ ശമ്പളം മാറി ഒരാൾ നിൽക്കുന്നു കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് ഈ പൈസ ബണ്ടിൽ എണ്ണും അല്ലേ. അപ്പോൾ ക്യാഷ് മുട്ടോ എണ്ണാൻ പറ്റില്ല. നമ്മൾ ഈ ബണ്ടിലുകൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളുടെ പിറകിൽ ഒരു 100 രൂപ നോട്ട് 3 സ്ഥലത്തായിട്ട് ഇടും. ഇട്ടിട്ട് ഈ ഇട്ട വ്യക്തി തന്നെ വന്ന് ഇദ്ദേഹത്തെ തട്ടി, സാർ ക്യാഷ്. അപ്പോൾ 90% ആളുകളും നമ്മുടെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ പൈസയ്ക്കാണ് പ്രാധാന്യം. ഇത് നമ്മുടെ കൺട്രോളിലുള്ളതാണ്. നമ്മൾ ഇതിനെ വിട്ടിട്ട് 3 സ്ഥലത്ത് പോയി ഇതെടുക്കുന്ന സമയം കൊണ്ട് ഈ പൈസ എടുത്തുകൊണ്ട് ഇയാൾ താഴെ പോയി. അങ്ങനെ ഒരു 3 തവണ കൃത്യമായി തിരുവനന്തപുരത്ത് തന്നെ സ്റ്റാച്യൂവിൽ നടന്നതാണ് ഈ സംഭവം. അപ്പോൾ ഇതൊരു ഡിറക്ഷൻ ഓഫ് അറ്റൻഷനാണ്. നമ്മുടെ ശ്രദ്ധയെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. വളരെ ഈസിയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ശ്രദ്ധ വേറെ ആൾക്കും സ്വാധീനിക്കാൻ പറ്റില്ല എന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ മനസ്സിലേക്ക് ഒരു ആശയമോ ആദർശമോ കടത്തി വിടുവാൻ നമ്മുടെ അനുമതി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ബലാത്കാരമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആശയമോ ആദർശമോ കടത്തി വിടാൻ പറ്റുമോ? ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ എൻ്റെ യഥാർത്ഥ ഉത്തരം ശരി ഓക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആശയമോ ആദർശമോ കടന്നു വരുവാൻ നമ്മുടെ അനുമതി ആവശ്യമില്ല. കൃത്യമായി നമ്മുടെ ഉള്ളിലേക്ക് അത് കടന്നു വരും. അത് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി തരാം. എങ്ങനെയാണ് വരുന്നത് വെറുതെ അങ്ങനെ പറഞ്ഞാൽ ആളുകൾക്ക് അത് ബോധ്യപ്പെടില്ല. ഇപ്പോൾ എൻ്റെ കൈവശം ഞാനിപ്പോൾ ഒരു സിൽക്ക് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ സിൽക്കിൻ്റെ കളർ? ചുവപ്പ് നിറത്തിലുള്ള ഒരു സിൽക്കാണ് എൻ്റെ കയ്യിലുള്ളത് അല്ലേ. ഇതിൻ്റെ ഏകദേശം 2 വശവും നമുക്ക് കാണാനും പറ്റും അല്ലേ. 2 വശവും കാണാൻ പറ്റുന്ന ഒരു സിൽക്കാണ്. സാമാന്യം വലുതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിനെ ഞാൻ തൽക്കാലം എൻ്റെ റൈറ്റ് ഹാൻഡിൽ വയ്ക്കുകയാണ്. റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ വെച്ചു. ക്ലീൻ ആണല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഇത് പിന്നിപ്പോൾ എൻ്റെ ഈ ഇടത് കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിഞ്ഞ ഇടത് കൈയാണ്. ഇതിനകത്തൊന്നുമില്ല അല്ലേ. അപ്പോൾ ഈ കൈയിലേക്ക് ഇത് മാറ്റട്ടെ. ഇത് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കുന്നു. സ്ലിറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഈ സിൽക്കിനെ ഉള്ളിലോട്ട് തെറുത്ത് കയറ്റി ഇവിടെ ഒരു സ്ലിറ്റ് ഉണ്ടാക്കി. ഇത്രയും ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഞാൻ മറ്റൊരു സിൽക്ക് എടുക്കുന്നു. ഇതിൻ്റെ നിറം ചുവപ്പല്ല, എന്താണ്? വെള്ള. ഒരു സൈസോ ചെറുതാണ്. ചെറിയ വെള്ള സിൽക്കിനെ വലിയ ചുവന്ന സിൽക്കിൻ്റെ പുറത്ത് വെച്ചു. ചെറിയ സിൽക്കിൻ്റെ കളർ വൈറ്റ്, വലിയ സിൽക്കിൻ്റെ കളർ റെഡാണ്. ഇത് മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെറിയ വൈറ്റ് സിൽക്കിനെ വലിയ ചുവന്ന സിൽക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ചെറിയ സിൽക്കിൻ്റെ കളർ എന്താണ്? വൈറ്റാണ്. പക്ഷേ ഞാൻ എൻ്റെ ഓരോ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിശക്തിയായി എൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഒരു അറ്റത്ത് പിടിച്ച് ഇങ്ങനെ വലിക്കും. അപ്പോൾ ചെറിയ സിൽക്കിൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾ പറയണം. ചെയ്യട്ടെ? 1, 2 and 3. മിണ്ടാതിരിക്കണമെന്നല്ല, ചെറിയ സിൽക്കില്ല. ഇവിടെയാണ് ഒരു കളിപ്പിക്കൽ നടന്നത്. എന്താ കാര്യം? ഈ സിൽക്ക് എടുത്ത് ഇങ്ങനെ പിടിച്ചാൽ തന്നെ എൻ്റെ കളർ റെഡാണെന്നറിയാം അല്ലേ. പക്ഷേ ഞാൻ എത്ര തവണ ഇത് പറഞ്ഞു? നിങ്ങളെ കൊണ്ട് എത്ര തവണ പറയിപ്പിച്ചു? എനിക്കൊരു ഉദ്ദേശമുണ്ട്. നിറം എന്നൊരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ അറിയാതെ കൊണ്ടുവരലാണ് എൻ്റെ ഉദ്ദേശം. വെള്ള സിൽക്ക് എടുത്ത് ചെറുതാണ്, വെള്ളയാണ്, വൈറ്റാണ്, ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഇതൊരു വലിയൊരു ശക്തിയായി ഇതങ്ങോട്ട് കയറും. പക്ഷേ ഇതിനിടയിൽ എവിടെയെങ്കിലും ഞാൻ നിറം മാറ്റുമെന്നൊരു വാക്ക് പറഞ്ഞില്ല. പക്ഷെ നിറം മാറിയേക്കാവുന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ? അതെന്താ പറയാത്ത കാര്യം തോന്നിയത്? ഇതാണ് ഞാൻ പറഞ്ഞത്. നിറം മാറാൻ പോകുന്നു എന്നൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയും ഞാൻ പറയുക പോലും ചെയ്തില്ല. ഞാനൊരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം നിറം മാറാൻ പോകുന്നു എന്ന് നിങ്ങളെ കൊണ്ട് ധരിപ്പിക്കുന്നു. നിറം മാറുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ കൺമുമ്പിലൂടെ ഞാൻ സിൽക്കെടുത്ത് മാറ്റിയത്. കണ്ണ് തുറന്നിരിക്കുന്ന ആളുകളുടെ കൺമുമ്പിലൂടെ അവർ കാണാതെ സാധനങ്ങൾ മാറ്റുന്നതിന് മാജിക്കിൽ പറയുന്ന പേരാണ് കൺകെട്ട്. പക്ഷെ ഞാനിപ്പോൾ ആരുടെയും കണ്ണ് കെട്ടിയില്ല, കാഴ്ചയാണ് കെട്ടിയത്. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്കിലും എവിടെ പോയാൽ സിൽക്കെന്നൊരു ചിന്തയുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ മനഃശാസ്ത്രം.
അപ്പോൾ ഇതിനകത്താണ് നമ്മളിത് വച്ചത്. ശാസ്ത്രം പഠിച്ച നമുക്കറിയാം ഒരു വസ്തുവിനെയും പൂർണ്ണമായി നശിപ്പിക്കുവാനോ പുതുതായി സൃഷ്ടിക്കാനോ പറ്റില്ല. ഇതിനകത്തൊരു വസ്തു വെച്ചാൽ ഇതിനകത്ത് കാണണ്ടേ? പക്ഷേ ഇതിനകത്തുണ്ടോ ഇപ്പോൾ? ഇല്ല. ഇത് തിരിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. ആദ്യം ചെയ്ത് റിവേഴ്സായിട്ട് ചെയ്താൽ മതി. ആദ്യം ഇത് ഏത് കയ്യിലാണ് വെച്ചിരുന്നത്? റൈറ്റ് ഹാൻഡ്. ഓക്കെ, റൈറ്റ് ഹാൻഡിൽ വയ്ക്കുന്നു. ഒഴിഞ്ഞ ഇടത് കൈ. ആ കയ്യിലേക്ക് ഇത് മാറ്റട്ടെ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ വലത് കൈ ഉയർത്തിപ്പിടിച്ച കൈ ഒരല്പം ചുരുട്ടി പിടിച്ചു. അപ്പോൾ ഒരു ചെറിയ സംശയം അതിനകത്തുണ്ട് അല്ലേ? അതെപ്പോഴും അങ്ങനെയാണ്. പക്ഷേ 1 2 3 4 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് കൈ പോലെ തന്നെ വലത് കൈ എന്താണ്? എംറ്റിയാണ്, ഒഴിഞ്ഞതാണ്. പക്ഷേ സിൽക്ക് ഇവിടെ ഉണ്ട്. ഇപ്പം എൻ്റെ 2 വിരലുകൾക്കിടയിൽ ചെറിയ വെള്ള സിൽക്ക് കാണുന്നില്ല. ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇത് എനർജി ഫോമിലാണ്. ഇത് കാണണമെങ്കിൽ ഇതിനെ മാറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഇൻവിസിബിളാണ്. ആദ്യം നമ്മൾ നിക്ഷേപിച്ച അതേ സ്ഥലത്ത് തന്നെ കൈ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം മെല്ലെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ചെറിയ വെള്ള സിൽക്ക് നമ്മൾ വച്ച അതേ സ്ഥലത്ത് അതേപടി ചുരുണ്ടിരിക്കുകയായിരുന്നുവെന്നും നമുക്കൊരു നിമിഷം കാണാൻ കഴിയാത്തതായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് മാജിക്കിൻ്റെ പ്രിലിമിനറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഡിറക്ഷൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധയെ സ്വാധീനിക്കുക. നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളറിയാതെ, കാണികളുടെ ശ്രദ്ധയെ അവരറിയാതെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധയെ മജീഷ്യൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് അത്ഭുതത്തിലേക്ക് അവരെ ആനയിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ് സൈക്കോ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അവിടെയാണ് മനഃശാസ്ത്രം ജാലവിദ്യയിലേക്ക് കടന്നു വരുന്നത്. ഈ സൈക്കോ ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോസിസ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പ്രതിവ്യാപനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സാന്ദ്രത കൂടിയ വസ്തുക്കൾ സാന്ദ്രത കുറഞ്ഞതിലേക്ക് കടന്ന് രണ്ടും ഈക്വലാകുന്നത് വരെ അതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ മൂർഖൻ പമ്പ് കടിച്ചാലൊക്കെ നമ്മൾ കെട്ടിയാലും വിഷം കയറും. അപ്പോൾ അത് പ്രതിവ്യാപനമാണ്, ഈ ഓസ്മോസിസാണ്. ഈ സൈക്കോ ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഇന്ദ്രജാലം അവതരിപ്പിക്കുന്ന ആൾ ഹൈ പവറിലായിരിക്കും സ്റ്റേജിൽ നിൽക്കുന്നത്. അയാളുടെ എനർജി വളരെ ഹൈ ആയിരിക്കും. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എനർജി കുറവായിരിക്കും. അവർ റിലാക്സിങ് മൂഡിലാണ്. പക്ഷേ ഈ മജീഷ്യൻ്റെ അല്ലെങ്കിൽ ഈ കലാകാരൻ്റെ ഈ പറയുന്ന എനർജി ഓഡിയൻസിലേക്ക് പാസ് ചെയ്യുകയും രണ്ടും ഒരേ ലെവലിലേക്ക് എത്തിക്കാനും കഴിയുന്ന ഒരാളാണ് യഥാർത്ഥ ഷോമാൻഷിപ്പുള്ള ജാലവിദ്യക്കാരൻ. അങ്ങനെ ജാലവിദ്യ അവതരിപ്പിക്കുന്ന ഒരാളിൻ്റെ ജാലവിദ്യ നിങ്ങളിരുന്നാൽ നിങ്ങൾ ചാരിയിരിക്കില്ല, കറക്റ്റ് ഇരിക്കും. ഇന്റർവെൽ ആകുമ്പോഴാണ് നമ്മൾ നടുവല്ല അങ്ങനെ ഇരുന്ന് പോകും. അതാണ് സൈക്കോ ഓസ്മോസിസ്. സൈക്കോ ഓസ്മോസിസ് അപ്ലൈ ചെയ്യുന്നത് ജാലവിദ്യയിൽ ഇങ്ങനെയാണ്. അത് ശരിക്കും അതൊരു പഠിപ്പിക്കൽ പ്രക്രിയയിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബൈ പ്രാക്ടീസ് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഷോമാൻഷിപ്പ് എന്നുള്ളത് എല്ലാം അങ്ങനെയാണ്.